ഹലോ കൂട്ടുകാരെ, നമ്മൾ SSLC കെമിസ്ട്രിയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ആൽക്കോക്സി ഗ്രൂപ്പ് OR ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് ഫങ്ഷണൽ ഗ്രൂപ്പ്. ഒരു ഫങ്ഷണൽ ഗ്രൂപ്പിന് എക്സാമ്പിൾ ആണ് ആൽക്കോക്സി ഗ്രൂപ്പ് OR എന്ന് പറയുന്നത്. വാട്ട് ആർ ദി കോമ്പൗണ്ട്സ് കണ്ടെയ്ൻ ദിസ് ഫങ്ഷണൽ ഗ്രൂപ്പ്? ഈ ഫങ്ഷണൽ ഗ്രൂപ്പ് ഉള്ള കോമ്പൗണ്ട്സിന് സംയുക്തങ്ങളെ എന്തെന്നാണ് വിളിക്കുന്നത്? ഈതറുകൾ അല്ലെങ്കിൽ ഈതേഴ്സ്. എന്താണ്? ഈതറുകൾ അല്ലെങ്കിൽ ഈതേഴ്സ് എന്നാണ് ആൽക്കോക്സി ഗ്രൂപ്പ്, ആൽക്കോക്സി ഫങ്ഷണൽ ഗ്രൂപ്പ് വരുന്ന കോമ്പൗണ്ട്സിലെ സംയുക്തങ്ങളെ ഈതറുകൾ എന്നാണ് വിളിക്കുന്നത്. റൈറ്റ് ദി സ്ട്രക്ചറൽ ഫോർമുല ഓഫ് എ കോമ്പൗണ്ട് ബിലോങ്ങിങ് ടു ദിസ് ഗ്രൂപ്പ്. ഇറ്റ് ഹാസ് 4 കാർബൺ ആറ്റംസ്. ഓൾസോ റൈറ്റ് ഇറ്റ്സ് IUPAC നെയിം. ഒരു കോമ്പൗണ്ട് വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ സ്ട്രക്ചറൽ ഫോർമുല വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. 4 കാർബൺ ആറ്റം ഉണ്ട് അതിൽ മൊത്തത്തിൽ. അതുപോലെ തന്നെ അതിൻ്റെ IUPAC നെയിമും എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 4 കാർബൺ ആറ്റം വരുന്നുണ്ട്, അതിൽ ഈ ഫങ്ഷണൽ ഗ്രൂപ്പും വരുന്നുണ്ട്, ആൽക്കോക്സി ഗ്രൂപ്പ്. അപ്പോൾ CH3 സിംഗിൾ ബോണ്ട് H2 സിംഗിൾ ബോണ്ട് CH2 സിംഗിൾ ബോണ്ട് CH3. 4 കാർബൺ ആറ്റം ഉണ്ടല്ലോ, ഫങ്ഷണൽ ഗ്രൂപ്പ് ആൽക്കോക്സി ഗ്രൂപ്പും ഉണ്ടല്ലോ. അപ്പോൾ എല്ലാമായി. ഇനി ഇതിൻ്റെ നെയിമിങ് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഓക്സിജൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുള്ള കാർബൺ ആറ്റങ്ങളുടെ എണ്ണം ആദ്യം നോക്കുക. ഇപ്പുറത്തെ ലെഫ്റ്റ് സൈഡിൽ 1 കാർബണേ ഉള്ളൂ, റൈറ്റ് സൈഡിൽ 3 കാർബൺ ആറ്റം ഉണ്ട് അല്ലേ. അപ്പോൾ ഇതിൻ്റെ നെയിം എങ്ങനെ വരും? നെയിമിൻ്റെ നടുക്ക് എന്ത് വരും? O ഗ്രൂപ്പ് കാണിക്കാൻ ഓക്സി എന്നാണ് നമ്മൾ ചേർക്കുന്നത്. ഓക്സി ആൽക്കോക്സി ഗ്രൂപ്പാണെങ്കിൽ അതിൻ്റെ നെയിമിൻ്റെ നടുക്ക് എന്ത് വരും? OXY, ഓക്സി എന്ന് വരും. ഇനി നോക്കുക, ഫ്രണ്ടിൽ നമ്മളെപ്പോഴും കാർബൺ ആറ്റങ്ങളുടെ എണ്ണം കുറവുള്ളത് സൈഡായിരിക്കണം ആദ്യം എഴുതേണ്ടത്. അപ്പോൾ എവിടെയാണ്? ഈ സൈഡിൽ. അപ്പോൾ എന്ത് വരും? വേഡ് റൂട്ട് എന്താണ്? മെത്താണ്. അപ്പം മെത്തോക്സി. ഇനി ബാക്കി കാർബൺ ആറ്റങ്ങളുടെ എണ്ണം നമ്മൾ ആൽക്കൈൻ എഴുതുന്ന പോലെ അങ്ങ് എഴുതുക. എത്ര എണ്ണം? 3 എണ്ണം. അപ്പോൾ പ്രൊപ്പെയിൻ, മെതോക്സി പ്രൊപ്പെയിൻ എന്നാണ് ഇതിൻ്റെ നെയിം വരുന്നത്. മെതോക്സി പ്രൊപ്പെയിൻ. ഇപ്പം നെയിമിങ് എങ്ങനെയാണെന്ന് മനസ്സിലായോ? ആദ്യം 4 കാർബൺ ആറ്റം എഴുതി നമ്മൾ, അതിൻ്റെ ഇടയ്ക്ക് ആൽക്കോക്സി ഗ്രൂപ്പും കൊടുത്തു. എന്നിട്ട് നോക്കുക എവിടെയാണ് കാർബൺ ആറ്റങ്ങൾ കുറവ്, അത് വേണം ആദ്യം നെയിമിങ്ങിൽ വരാൻ. അപ്പം ഓക്സി ഫങ്ഷണൽ ഗ്രൂപ്പ് ആണ് ഓക്സി നമ്മൾ കൊടുത്തിരിക്കുന്നത്. പിന്നെ ബാക്കി കാർബൺ ആറ്റം, ഏറ്റവും കൂടുതൽ കാർബൺ ആറ്റങ്ങൾ എവിടെ ആണോ വരുന്നത് ആ സൈഡിനെ നമ്മൾ ആൽക്കൈൻ്റെ നെയിമിങ് ചെയ്യുന്ന പോലെ തന്നെ പ്രൊപ്പെയിൻ എന്ന്, ഇവിടെ 3 ആയിരുന്നു അതുകൊണ്ട് പ്രൊപ്പെയിൻ. അപ്പം മിതോക്സി പ്രൊപ്പെയിൻ. ഇതിനെ നമുക്ക് വേറെ രീതിയിൽ എഴുതാം. CH3 സിംഗിൾ ബോണ്ട് CH2 സിംഗിൾ ബോണ്ട് O CH2 CH3. ഇപ്പം എന്താണ്? ഇതിലും 4 കാർബൺ ആറ്റം വരുന്നത്. അപ്പോൾ ഇതിൻ്റെ നെയിം എങ്ങനെ വരും? 2 സൈഡിലും 2 കാർബൺ ആറ്റം വെച്ചാണ്. അപ്പോൾ ഇതിൻ്റെ പേര് എങ്ങനെ തന്നെ വരും? ഈതോക്സി ഈതേൻ എന്ന് വരും. ഓക്സി ഈതേൻ എന്നാണ് വരുന്നത്. കാരണം 2 സൈഡിലും 2 കാർബൺ ആറ്റങ്ങളാണ്. അപ്പോൾ പേര് ഈതോക്സി ഈതേൻ. ഓക്സി എന്ന് പറയുന്നത് ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ നെയിമാണ്. അപ്പോൾ ഈതോക്സി ഈതേൻ. അടുത്ത ചോദ്യം നോക്കാം. CH3 സിംഗിൾ ബോണ്ട് C ട്രിപ്പിൾ ബോണ്ട് C സിംഗിൾ ബോണ്ട് CH3. ഇതൊരു ആൽക്കൈനാന്ന് മനസ്സിലായല്ലോ. കാരണം C ട്രിപ്പിൾ ബോണ്ട് C, കാർബൺ ആറ്റങ്ങൾക്കിടയിൽ ഇവിടെ ട്രിപ്പിൾ ബോണ്ടാണ്, ത്രിബന്ധനമാണ്. അതുകൊണ്ട് ഇതൊരു ആൽക്കൈനാണ്. റൈറ്റ് ദി ജനറൽ ഫോർമുല ഓഫ് ദി മെമ്പേഴ്സ് ഓഫ് ദി ഹോമോലോഗസ് സീരീസ് ടു വിച്ച് ദി എബോവ് കോമ്പൗണ്ട് ബിലോങ്സ്. ഈ കോമ്പൗണ്ട് വരുന്ന ഹോമോലോഗസ് സീരീസിൻ്റെ ജനറൽ ഫോർമുല എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആൽക്കൈൻ്റെ ജനറൽ ഫോർമുല എങ്ങനെയാണ്? ആൽക്കൈൻ എന്ന് പറഞ്ഞാൽ കാർബൺ ആറ്റങ്ങൾക്കിടയിൽ ട്രിപ്പിൾ ബോണ്ട്, ത്രിബന്ധനം വരുന്നത്. അപ്പോൾ ആൽക്കൈന് അതിൻ്റെ ജനറൽ ഫോർമുല CnH2n-2. N എന്ന് പറയുന്നത് കാർബൺ ആറ്റങ്ങളുടെ എണ്ണം, നമ്പർ ഓഫ് കാർബൺ ആറ്റംസ്,
കാർബൺ ആറ്റംസ്. കാർബൺ ആറ്റങ്ങളുടെ എണ്ണമാണ് N എന്ന് പറയുന്നത്. ഇത് ട്രിപ്പിൾ ബോണ്ട് വരുന്ന ആൽക്കൈൻ എന്ന് പറയുന്നത് ട്രിപ്പിൾ ബോണ്ട്. ഇനി ആൽക്കീൻ ആയിരുന്നെങ്കിലോ? ആൽക്കീൻ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും രണ്ട് കാർബൺ ആറ്റങ്ങൾക്കിടയിൽ ഡബിൾ ബോണ്ട്. ആൽക്കീൻ EN ഏതെങ്കിലും രണ്ട് കാർബൺ ആറ്റങ്ങൾക്കിടയിൽ ഡബിൾ ബോണ്ടാണ്. അതിൻ്റെ ജനറൽ ഫോമിൽ എങ്ങനെയാണ് വരുന്നത്? CnH2n എന്നേ ഉള്ളൂ. CnH2n. ഇനി ആൽക്കെയിൻ ആയിരുന്നെങ്കിലോ? എല്ലാ കാർബൺ ആറ്റങ്ങൾക്കിടയിൽ സിംഗിൾ ബോണ്ട് മാത്രം, ഏകബന്ധനം മാത്രം. ആൽക്കെയിൻ. ഏകബന്ധനമാണെങ്കിൽ അതിൻ്റെ ജനറൽ ഫോർമുല എങ്ങനെയാണ്? CnH2n +2. അപ്പം ആൽക്കീൻ ആൽക്കൈൻ വരുമ്പോൾ ജനറൽ ഫോർമുല എന്തൊക്കെയാണ്? N എന്ന് പറയുന്നത് എല്ലാത്തിലും കാർബൺ ആറ്റങ്ങളുടെ എണ്ണമാണ്. ആൽക്കെയിൻ ആണെങ്കിൽ CnH2n +2. ആൽക്കീൻ ആണെങ്കിൽ +2 കളയുക, അപ്പോൾ CnH2n. ആൽക്കൈൻ ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ CnH2n -2 എന്നായിരിക്കും ജനറൽ ഫോർമുല വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ കോമ്പൗണ്ടിലേക്ക് നമ്മൾ H2 ആഡ് ചെയ്യുവാണെങ്കിൽ കിട്ടുന്ന പ്രൊഡക്റ്റ് എന്തായിരിക്കും? അതുപോലെ തന്നെ HBr ആഡ് ചെയ്യുവാണെങ്കിൽ കിട്ടുന്ന പ്രൊഡക്റ്റ് എന്തായിരിക്കും എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നോക്കാം. CH3 സിംഗിൾ ബോണ്ട് C, ട്രിപ്പിൾ ബോണ്ട് C, സിംഗിൾ ബോണ്ട് CH3 പ്ലസ് H2 വെച്ച് ആഡ് ചെയ്യുന്നു. H2 ആഡ് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ എന്താണ്? അഡീഷൻ റിയാക്ഷൻ ആണ്. ട്രിപ്പിൾ ബോണ്ടിൻ്റെ രണ്ട് സൈഡിലുള്ള കാർബൺ ആറ്റങ്ങളിൽ ഓരോ ഹൈഡ്രജൻ വന്ന് അറ്റാക്ക് ചെയ്തിരിക്കുന്നു. ഇതെന്താണ്? രണ്ട് ഹൈഡ്രജൻ അല്ലേ ഇവിടെ ഉള്ളത്? രണ്ട് ഹൈഡ്രജൻ. ഓരോ ഹൈഡ്രജനും എവിടെ പോകുന്നു? ഓരോ കാർബണിലേക്ക് പോകുന്നു. അപ്പോൾ ഇവിടുത്തെ ട്രിപ്പിൾ ബോണ്ട് ഡബിൾ ബോണ്ടായി മാറുന്നു. അപ്പോൾ എങ്ങനെയാണ് കോമ്പൗണ്ട് വരുന്നത്? CH3 സിംഗിൾ ബോണ്ട് CH, ഡബിൾ ബോണ്ട് CH, സിംഗിൾ ബോണ്ട് CH3. ഇതാണ് ഇവിടുത്തെ പ്രൊഡക്റ്റ്. ഇവിടുത്തെ ഉൽപ്പന്നം എന്ന് പറയുന്നത് CH3 സിംഗിൾ ബോണ്ട് CH, ഡബിൾ ബോണ്ട് CH, സിംഗിൾ ബോണ്ട് CH3. ഇനി അതുപോലെ തന്നെ HBr ആഡ് ചെയ്ത് നമുക്ക് നോക്കാം. CH3 സിംഗിൾ ബോണ്ട് C, ട്രിപ്പിൾ ബോണ്ട് C, CH3 പ്ലസ് HBr. അതും സെയിം ഈ ഹൈഡ്രജൻ ആഡ് ചെയ്തതുപോലെ തന്നെയാണ്. ട്രിപ്പിൾ ബോണ്ടിൻ്റെ അപ്പുറത്തെ ഇപ്പുറത്തെയും കാർബണിൽ ഒരു സൈഡിൽ ഹൈഡ്രജൻ ആഡ് ചെയ്താൽ മറ്റേ കാർബണിൽ ബ്രോമിൻ വന്ന് ആഡ് ചെയ്യുന്നു. ഒരു കാർബണിൽ ഹൈഡ്രജൻ ആഡ് ചെയ്താൽ അടുത്ത കാർബണിൽ ബ്രോമിൻ വന്ന് ആഡ് ചെയ്യുന്നു. അപ്പോൾ എങ്ങനെ വരും? CH3 സിംഗിൾ ബോണ്ട് C, Br, ഡബിൾ ബോണ്ട് CH, CH3. ഇതാണ് H2 വെച്ചും HBr ചേർത്തും റിയാക്ഷൻ നടത്തിയാൽ കിട്ടുന്ന പ്രൊഡക്ട്സ്. ഇനി നമുക്ക് ഇതിൻ്റെ നെയിമിംഗ് ഒന്ന് ചെയ്ത് നോക്കിയാലോ. CH3 സിംഗിൾ ബോണ്ട് C, ട്രിപ്പിൾ ബോണ്ട് C, CH3. ഇവിടെ എത്ര കാർബൺ ആറ്റം ഉണ്ട്? 4 കാർബൺ ആറ്റം ഉണ്ട്. അപ്പോൾ ഏതാണ് വേഡ് റൂട്ട് വരുന്നത്? ബ്യൂട്ട് എന്നുള്ള വേഡ് റൂട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ എന്താണ്? ട്രിപ്പിൾ ബോണ്ടാണ്. അപ്പോൾ പേരിൻ്റെ അവസാനം YN ചേർക്കണം. ഇനി നോക്കുക എത്രാമത്തെ സ്ഥാനത്താണ് ട്രിപ്പിൾ ബോണ്ട് വന്നിരിക്കുന്നത്? 1, 2. രണ്ടാമത്തെ സ്ഥാനത്താണ് ട്രിപ്പിൾ ബോണ്ട് വന്നിരിക്കുന്നത്. അപ്പം നെയിം എങ്ങനെ വരും? ബ്യൂട്ട് -2 -YN. ബ്യൂട്ട് 2 YN എന്ന് വരും. അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ നെയിമിങ് ചെയ്യുന്നത്. നമുക്ക് കിട്ടിയ ഈ പ്രോഡക്റ്റിൻ്റെ നെയിം എന്ത് വരും?
ഇവിടെ രണ്ടാമത്തെ സ്ഥാനത്താണ് ഡബിൾ ബോണ്ട് വന്നിരിക്കുന്നത്. 4 കാർബൺ ആറ്റം ആണ്. അപ്പോൾ എന്ത് വരും? ബ്യൂട്ട് 2 ഡബിൾ ബോണ്ട് ആണെങ്കിൽ ENE ചേർക്കുന്നത്. ബ്യൂട്ട് 2 എന്ന് വരും. അപ്പം നമ്മൾ ഇന്ന് ഇത്രയാണ് നോക്കുന്നത്. അടുത്ത ക്ലാസ്സിൽ വേറെ ചോദ്യങ്ങളുമായിട്ട് കാണാം. താങ്ക്